ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിനാണ് മൈദ എടുക്കുന്നത്. ഈ ഒരു കപ്പിന് 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതൊരു അരിപ്പയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നാടൻ കോഴിമുട്ടയാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കോഴിമുട്ടയാണ്. അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്നത് കുറച്ച് വലിപ്പം ഉണ്ടാവില്ല, അപ്പോൾ ഒരു 3 എണ്ണം എടുത്താൽ മതി. കോഴിമുട്ട ഒരു ബൗളിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കോഴിമുട്ട നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി മൈദ എടുത്ത 1 കപ്പിൽ ആ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇതിനി കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലെടുത്ത് ആ കപ്പ് തന്നെ 1/2 കപ്പ് ഞാൻ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർക്കണം എന്നൊന്നും ഇല്ല, ഉണ്ടായപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് നല്ല ടേസ്റ്റാണ് അതൊക്കെ ചേർത്ത് കൊടുത്താൽ. ഇനി മൈദയുടെ മിക്സ് മുട്ടയുടെ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട് കുക്കറിൽ. എന്നിട്ട് അതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കുക്കർ.
നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിൽ വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു തട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വെക്കുന്നത്. ഒരു 25-30 മിനിറ്റ് ഞാനിത് വേവിച്ചെടുത്തതാണ്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെച്ചതായിരുന്നു ക്രീം കട്ട പിടിച്ചിരിക്കുന്നത്. ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്രീമിൻ്റെ ഒരു പരുവം. പാത്രം കവുത്തി കൊടുത്താൽ അതിമൊന്ന് വേറിട്ട് വരരുത്. ഇതാണ് ക്രീമിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കേക്ക് മേലെ ക്രീം പറ്റിയെടുക്കാം. പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തന്നെ പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം തേച്ചെടുക്കാം. അപ്പോൾ ഒരു ലെയർ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. ഈ 1 രൂപൻ്റെ ഡാർക്കും വൈറ്റും ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ക്രീമും തേച്ച് കൊടുക്കുകയാണ്. അടുത്ത ലെയറും കൂടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലും ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇതാ മുഴുവനായിട്ട് ക്രീം തേച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കേക്ക്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. സൈഡൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊരു കൊത്തുപണിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും ഇതൊന്നും കേക്കിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കണില്ല. ഇങ്ങനൊരു കൊത്തുപണി ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊരു കുറച്ച് നേരം കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.